അങ്ങനെ ഒരുപാട് പവറുകളുള്ള ഒരു ഡയമണ്ടും കൊണ്ട് ഒരു നാഗമാണിക്യം പോലത്തെ ഒരു സാധനവും കൊണ്ട് ശ്വേത മേനോൻ ബിഗ് ബോസ് വീടിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇത് സാബു വന്നതുപോലുള്ള ഒരു വരക്കോ അല്ല. വീട്ടുകാരെ വന്ന ഉടനെ തന്നെ പൂട്ടി. എനിക്ക് പവർ റൂമിൽ കയറണം, എൻ്റെ കയ്യിൽ പവറുണ്ട്. ഡെന്നിലുള്ളവർ ഇനി ആ റൂമിനകത്ത് കയറരുത്. കയറിയാൽ എൻ്റെ കയ്യിൽ ദേ ഈ ഡയമണ്ട് പോലത്തെ നാഗമാണിക്യം, ഇതിന് പവറുണ്ട്. പ്രൊമോ വന്നിരിക്കുകയാണ്. ശരിക്കും സാബു വന്നതുപോലെയൊന്നും അല്ല ഇത്. ഇതൊരു ചലഞ്ചർ വരവ് തന്നെയാണ്. എന്താണ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ശ്വേത മെയിൻ എൻട്രൻസിൽ കൂടെ എൻട്രി ചെയ്യുന്നു. വീട്ടുകാരൊക്കെ ഞെട്ടിക്കൊണ്ട് ഭയങ്കര സന്തോഷം. റസ്മിൻ ഓടിപ്പോയി ശ്വേതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് ശ്വേത കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്, കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്, ചുരിദാറൊക്കെ കൊടുത്ത് വരികയാണ്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ഈ ബിഗ് ബോസ് വീട്ടിൽ ഗോസംഘ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായി എത്തിയിരിക്കുകയാണ് ശ്വേത മേനോൻ. വെൽക്കം. ബിഗ് ബോസ് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പവർ റൂമിൻ്റെ ആൾക്കാർ, ഹോട്ടലിൻ്റെ അധികാരികളാണല്ലോ, ഹോട്ടൽ ടാസ്ക് നടക്കുവാണ്. അവർ മാമിന് ഏത് റൂമാണ് മാം വേണ്ടത്? അപ്പം അൻസിബ, മാമിന് പവർ റൂമാണല്ലേ ഇഷ്ടം, പക്ഷേ അതിൽ കയറാൻ പറ്റത്തില്ല, അത് ബിഗ് ബോസിൻ്റെ റൂളാണ്, പവർ റൂമിൽ കയറാൻ പറ്റത്തില്ല. ശ്വേത വരുമ്പോൾ തന്നെ ശ്വേതയുടെ കയ്യിൽ നമ്മുടെ സ്വർണ്ണത്തിൻ്റെ മോതിരമൊക്കെ ഇട്ട് വയ്ക്കും പോലത്തെ ഒരു പെട്ടിയുണ്ട്, ഇത്തിരി വലിയൊരു പെട്ടിയുണ്ട്. ഒരു പെട്ടി ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് എൻട്രൻസിൽ നിന്ന്. ശ്വേത വന്നിട്ട് നമ്മുടെ പവർ റൂമിൻ്റെ അടുത്ത് വാതിലടന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നത്, എനിക്കിപ്പോൾ ഇവിടെ തന്നെ കയറണം, എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് ഉള്ളതുപോലെ തന്നെ പവർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെട്ടി ഇങ്ങനെ കാണിക്കുകയാണ്. എന്നിട്ട് ശ്വേതയുടെ അടുത്ത് ഏത് റൂം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. ശ്വേത മറുപടി പറയുന്നില്ല. ശ്വേത ഇങ്ങനെ തേരാപ്പാരാൻ നടന്നുകൊണ്ട് എൻ്റെ റൂം ഡെൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ഓട്ടം ഡെന്നിനകത്തോട്ട് കയറുന്നു. ഡെൻ റൂമിനകത്തുള്ള ശ്രീതുവിൻ്റെയും ജിൻഡോയുടെയും അർജുൻ്റെയും പെട്ടികളൊക്കെ അതിനകത്ത് ഇരിക്കുവാണ്. അവരോട് പറയുന്നു, ഇനി ഈ റൂമിനകത്തേക്ക് ആരും കയറരുത്, എൻ്റെ ഈ റൂമിൻ്റെ ഒരു സാധനങ്ങളും പുറത്ത് പോകാൻ പറ്റില്ല, ആർക്കും ഉള്ളിലേക്ക് വരാനും പറ്റില്ല. പെട്ടികളൊക്കെ അവിടെ നിരന്തരമായിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഇനി 3 ദിവസം ഒരേ തുണി ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും മിക്കവാറും. അമ്മാതിരി ലെവലാണ്. എന്നിട്ടാണ് ശ്വേത, അവിടെ ഒരു പെടസ്റ്റലുണ്ട്, ആ പെടസ്റ്റൽ ശ്വേതയുടെ പെട്ടി വയ്ക്കുന്നു, തുറക്കുന്നു. മാണിക്യം, നാഗമണി, അതെ നാഗമാണിക്യം പോലെ, നാഗകന്യക സീരിയലൊക്കെ കണ്ട നാഗമാണിക്യം പോലത്തെ ഒരു മാണിക്യം, ഒരു ഡയമണ്ടാണ്. അത് ശക്തിയുള്ള സംഭവമായിരിക്കും. എന്തായാലും നാളത്തെ വെറൈറ്റി ആയിരിക്കും. എന്നിട്ട് ശ്വേത നേരെ വരുന്നു ലിവിങ് റൂമിലോട്ട്. എല്ലാവരും ഉണ്ട്, സാബു ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ശ്വേത പറയണ്, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഡെന്നിൽ ആരെങ്കിലും കയറിയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രമോദ് ഇരുന്നു. അപ്പോൾ ശ്വേതയുടെ കയ്യിലൊരു പവർ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ശ്വേത സൂപ്പറായിട്ട് യൂസ് ചെയ്യും. ശ്വേത ബിഗ് ബോസിൽ നിന്ന് സത്യം പറഞ്ഞ സീസൺ 1 നിന്ന് എവിക്റ്റ് ആയത് ശ്വേതയും രഞ്ജിനിയും രണ്ടുപേരും മാത്രമായിരുന്നു ഒരാഴ്ചത്തെ എവിക്ഷനിൽ. സത്യം പറഞ്ഞാൽ രഞ്ജിനി എവിക്റ്റ് ആവുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്, പക്ഷേ ശ്വേതയാണ് എവിക്റ്റ് ആയത്. അവർ രണ്ടുപേരെയും കൂടെ തന്ത്രപൂർവ്വം, ഈ സാബു ഇപ്പം കയറിയ സാബു ഉൾപ്പെടെ തന്ത്രപൂർവ്വമായിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. ഒരാളെ വെളിയിൽ കളയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗബ്രിയേൻ ജാസ്മിനെ പിടിച്ചിട്ടില്ലേ, അതുപോലെ ശ്വേതയും രഞ്ജിനിയും ഒരാഴ്ചത്തെ നോമിനേഷനിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം നോ എവിക്ഷൻ വയ്ക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ശ്വേത പുറത്തു പോയ ആളാണ് ശ്വേത. ശ്വേതയും രഞ്ജിനിയുടെ പൊളിക്കളിയായിരുന്നു ഒരുമിച്ച് നിന്നുകൊണ്ട്. ആ ശ്വേതയാണ് വന്നിരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. നോക്കാം, അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.